ഇതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ബ്രീച്ച് നടന്നിട്ടുണ്ട്. അതിപ്പോൾ ഇസ്മായിൽ ഹനിയ കൊലപാതകം മുതലുള്ളൊരു പ്രശ്നമാണത്. കാരണം അവരുടെ എവിടെയോ ഒരു വിള്ളൽ, അവരുടെ പ്രതിരോധ സന്നാഹത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ശ്രദ്ധിക്കണം. അദ്ദേഹം താമസിച്ച വീട് അതൊരു ഹൈ സെക്യൂരിറ്റി സോണിലാണ് അദ്ദേഹം താമസിച്ച വീടുള്ളത്. ആ വീട് മുഴുവൻ തകർത്തിട്ട് പോലുമില്ല. ആ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന മുറി കൃത്യം ലക്ഷ്യം വെച്ച് മിസൈൽ അയക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ഇവരുടെ ഒരു ടോപ്പ് സയൻറ്റിസ്റ്റ്, ഇപ്പം ഒരു മിലിറ്ററി ചീഫിന് കാര്യം മനസ്സിലാക്കാം. അവരൊരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആരാണ്, അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ലീഡ് ചെയ്യുന്ന കക്ഷികൾ ആരൊക്കെയാണ്, അവർ എവിടെയൊക്കെയാണ് താമസിക്കുന്നത് എന്ന് കൃത്യം മനസ്സിലാക്കി ഈ പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരുടെ സ്പൈ നെറ്റ്വർക്ക് അത്രയും ഗംഭീരമായി ഇപ്പോഴും ഇൻടാക്റ്റായി ഇറാനകത്ത്, ടെഹ്റാനകത്ത്, ഇവരുടെ ഹൈ സെക്യൂരിറ്റി സോണിൽ പോലും വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇതാണ് ഇറാനെ സംബന്ധിച്ചത് ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ആളുകൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എന്നുള്ള എവിടെയാണ് ഈ ലീക്കേജ് എന്ന് ഇതുവരെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനോ അത് അടക്കുവാനോ ഇറാന് സാധിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നന്ന ചുരുങ്ങിയത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷമെങ്കിലും അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം അവരുടെ ഒരു ഹൈ സെക്യൂരിറ്റി സോണിൽ അവരുടെ ഒരു ഗസ്റ്റിനെയാണ് കൊന്നിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ അത്ര എളുപ്പമായിരിക്കില്ല ഇതിനെ മറികടക്കാൻ. പക്ഷേ ഇന്നലെ നമ്മൾ കാണുന്ന ഈ ഇസ്രായേലിൻ്റെ സൈനിക മേധാവി രാജ്യത്തോട് നടത്തിയൊരു ടെലിവൈസ്ഡ് സ്പീച്ച് ഉണ്ട്. അതിൽ അദ്ദേഹം പറയണൊരു കാര്യം, പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഐ കാൺ പ്രോമിസ് അബ്സല്യൂട്ട് സക്സസ്. ഇസ്രായേലി ചീഫ് ഓഫ് സ്റ്റാഫ്, അയാളുടെ പേര് റിയാൽ സമീർ, രാജ്യത്തോട് സംസാരിക്കുകയാണ്. പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഐ കാൺ പ്രോമിസ് അബ്സല്യൂട്ട് സക്സസ്. The Iranian regime will attempt to attack us in response. The expected cost will be different from what we are used to. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള റിട്ടാലിയേഷൻ ഉണ്ടാകുമെന്നാണ് ഈ ഇസ്രായേലി സൈനിക മേധാവി പറയുന്നത്. എന്ന് വെച്ചാൽ ഇറാൻ കേപ്പബിലിറ്റീസ് ഉള്ള മിലിറ്ററി ഹാർഡ്വെയർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇസ്രായേലി ആക്രമണം നടത്തുന്നത്. അതിനെക്കുറിച്ച് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് നൗ ദർ വിൽ നോട്ട് ബി അനദർ ജനറേഷൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് നൗ വി സിംപ്ലി വോണ്ട് ബി ദെയർ. ഈ രണ്ട് വാചകങ്ങൾ അദ്ദേഹം പറയും. അത് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ കാരണമായി ഇസ്രായേൽ പറയുന്നതാണ്, ഈ ഇറാൻ 99% പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ ബോംബുകൾ, ന്യൂക്ലിയർ ആംസ് ഉണ്ടാക്കാനുള്ള അവരുടെ പ്രോജക്റ്റ് 99% പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് അവർ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ അവിടെ നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു അവരുടെ ശക്തി എന്താണ്? അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ആ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് എന്തിനാണ്? ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഡിറ്ററൻസ്, ഏറ്റവും ഭയാനകമായുള്ളൊരു ഡിറ്ററൻസ്. പക്ഷെ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഈ സാധനം ഒന്ന് കൊണ്ടുവിടും എന്ന പേടിയിൽ ആക്രമണത്തെ തടയും. അതാണ് ഡിറ്ററൻസ് ആയിട്ടാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള, ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരേ രാജ്യമാണ് ഇസ്രായേൽ. പിന്നെ വേറെ അമേരിക്ക, ചൈന, ഫ്രാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ലോകത്ത് ഒരുപാട് കരാറുകളുണ്ട്, മറ്റേ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കരാറുകളുടെയൊക്കെ തമാശ എന്ന് വെച്ചാൽ ഞങ്ങളല്ലാതെ വേറെ ആരും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പാടില്ലെന്നാണ്. അത് വിചിത്രമായ ഒരു നിയമമാണ്. പക്ഷേ ലോകത്ത് ഈ പറയുന്ന വൻശക്തി രാഷ്ട്രങ്ങളല്ലാത്ത ഏത് രാജ്യം ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ നടത്തി കഴിഞ്ഞാലും അതിനെ തടയാനും എതിർക്കാനും അവർക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവരാനൊക്കെയുള്ള നിയമങ്ങൾ തന്നെ, അന്താരാഷ്ട്ര നിയമങ്ങൾ തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അല്ലാതെ തന്നെ പലതരം സാങ്ഷൻസിൽ കിടക്കുന്ന ഇറാൻ അവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുള്ള ഇത് വരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഭീഷണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്നുള്ളതാണ് ഈ ആക്രമണം നടത്തുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനുള്ള ഈ മിലിറ്ററി മൈറ്റ്, അമേരിക്കൻ പിന്തുണ, ട്രംപ് അമേരിക്ക അറിഞ്ഞില്ല എന്നൊക്കെ വെറുതെ പറയുക. അമേരിക്കൻ സപ്പോർട്ടില്ലാതെ അത് അവർക്ക് ചെയ്യില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടി നടത്തിയപ്പോൾ ഇസ്രായേലിലേക്കുള്ള മിസൈലുകൾ തടഞ്ഞു നിർത്തിയത് ഇവരുടെ എയർ ഡിഫൻസ്, അമേരിക്കയുടെ എയർ ഡിഫൻസ് ഉപയോഗിച്ചിട്ടാണ്. അതിന് ചില അറബ് രാജ്യങ്ങളും കൂട്ടുനിന്നിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അറബ് ലോകത്ത് മികച്ച സുഹൃത്തുക്കളില്ലാന്ന്. സുഹൃത്തുക്കളായി തന്നെ ആരുമില്ല. ഇറാൻ്റെ ഏറ്റവും മികച്ചൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ റഷ്യയാണ്.
റഷ്യ വേറൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ നോക്കുകയെന്ന് പറയാനേ റഷ്യക്ക് പറ്റുള്ളൂ. അപ്പം സ്വന്തം ജിയോഗ്രഫിയിൽ മികച്ച ഒരു സുഹൃത്ത് പോലും ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലയായിരുന്നു സിറിയയിലെ ബഷാർ ഭരണകൂടം, അതില്ലാണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ള തളർന്നു കിടക്കുകയാണ്. ഇറാൻ ഒരു വീക്കർ സൈഡിൽ നിൽക്കുന്ന സമയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മിലിറ്ററി മൈറ്റ്, അമേരിക്കൻ സപ്പോർട്ട്, ഇതൊക്കെ വെച്ചിട്ട് അടിക്കാൻ പറ്റുന്നൊരു സമയത്ത് അവർ അടിച്ചു. പക്ഷേ ഇറാൻ ഹ്യൂമിലിയേറ്റഡ് ആണ്. ഒരു ജനതയും ഒരു ഹ്യൂമിലിയേഷൻ അധികകാലം സഹിക്കില്ല. അവർ തിരിച്ചടിക്കും. അതിൻ്റെ സ്കെയിൽ എത്രയായിരിക്കും, അതിൻ്റെ സമയം എത്രയായിരിക്കും എന്നൊക്കെ ഉള്ളത് വേറെ. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീജിയൻ മാത്രമല്ല, ലോകം തന്നെ ഈ പറഞ്ഞ ഒരു വലറ്റയിലായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വീണ്ടും പോവുകയാണ്. ഇന്നലെ തന്നെ കണ്ടു, പിന്നെ ഈ എണ്ണവില കുതിച്ചുയർന്നു, ഇൻ്റർനാഷണൽ എയർ ട്രാഫിക്കിൽ വലിയ ഡിസ്റപ്ഷൻസ് ഉണ്ടായി. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ന് ഇസ്രായേൽ പറയുന്നത്? സമാധാനത്തിന് വേണ്ടിയാണ്. സമാധാനം കൊണ്ടുവരുമെന്ന് വെച്ചാൽ സമാധാനം കൊണ്ടുവരില്ല. ശക്തി ഉപയോഗിച്ച് സമാധാനത്തോടെ ജീവിക്കാം എന്ന് ആർക്കും കരുതാൻ പറ്റില്ല. കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇന്നലെ കണ്ടത്.